ഓക്കെ ഗൈസ്, ഞാനൊരു ചോദ്യം ചോദിക്കാം. ഈ ഫോർമുല 1 ഹിസ്റ്ററിയിൽ ഏറ്റവും ഡൊമിനൻ്റ് ആയിട്ടുള്ളൊരു കാർ ഏതാണെന്ന് അറിയാവും? ഡൊമിനൻ്റ് എന്ന് പറയാൻ കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ആ ഒരു പർട്ടിക്കുലർ സീസണിൽ 17 റേസസിൽ 13 ഡ്രൈവേഴ്സിനെ പോഡിയത്തിൽ എത്തിച്ച ഒരു കാർ. ഇപ്പം ഞാൻ പറഞ്ഞു വന്ന ഈ കാർ ഏതാണെന്നറിയാവും? നൺ അതർ ദാൻ മെഴ്സിഡസ് W11. ആ വർഷത്തെ ഗ്രിഡിൽ എല്ലാ ടീമുകൾക്കും ഒരു പേടി സ്വപ്നമായിരുന്നു ഈ ഒരു കാർ. മറ്റു ടീമുകൾ ഈ മെഴ്സിഡസിന്റെ ഈ ഒരു W11 വിശേഷിപ്പിച്ചത് ബ്ലാക്ക് ആരോ എന്നാണ്. അതുമാത്രമല്ല, ഈ ഒരു കാറിന്റെ വലിയൊരു പെക്യുലാരിറ്റി എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഫോർമുല 1 കണ്ടതിൽ വൺ ഓഫ് ദ മോസ്റ്റ് ഹൈലി ഇന്റലിജന്റ് ആയിട്ടുള്ള ഒരു ഇന്നോവേഷൻ വന്ന ഒരു കാറാണിത്. അതാണ് ഡ്യുവൽ ആക്സിൽ സ്റ്റിയറിംഗ് സിസ്റ്റം, DAS സിസ്റ്റം. അതുമാത്രമല്ല, 1000 ഹോഴ്സ് പവർ പ്രൊഡ്യൂസ് ചെയ്യുന്ന ഒരു 1.6 ലിറ്റർ V6 എഞ്ചിനാണ് അതിനകത്തിരുന്നത്. അതുമാത്രമല്ല, റീസെന്റ് ഫോർമുല 1 ഹിസ്റ്ററിയിൽ ആർക്കും ബ്രേക്ക് ചെയ്യാൻ കഴിയാത്ത പോലെ ഒരു ലാപ്പ് റെക്കോർഡ് ബിൽഡ് ചെയ്യാനായിട്ട് ലൂയിസ് ഹാമിൽട്ടനെ സഹായിച്ചത് ഈ കാറാണ്. അതാണ് ടെമ്പിൾ ഓഫ് സ്പീഡ് എന്നറിയപ്പെടുന്ന മോൺസ സർക്യൂട്ട്. അതായത് ഇറ്റാലിയൻ ഗ്രാൻഡ് പ്രീ നടക്കുന്ന മോൺസ സർക്യൂട്ടിൽ ലൂയിസ് ഹാമിൽട്ടൺ ആ വർഷത്തെ ഇറ്റാലിയൻ ഗ്രാൻഡ് പ്രീയിൽ 264.342 km/h സ്പീഡിൽ ഒരു ലാപ്പ് ഫിനിഷ് ചെയ്തു. അതുമാത്രമല്ല, ഈ ഒരു സർക്യൂട്ട്സിൽ ഫോർമുല 1 സർക്യൂട്ട്സിൽ ഇത്രയധികം പെർഫോമൻസ് കാണിച്ചു വെച്ച ഒരു കാർ ആയതുകൊണ്ട് തന്നെ മെഴ്സിഡസ് W11 കാറിനെ പവർ ചെയ്ത ആ ഒരു എഞ്ചിൻ 1.6 ലിറ്റർ V6 എഞ്ചിനെ ഒന്ന് ആദരിക്കുന്ന പോലെയാണ് കഴിഞ്ഞ വർഷം അവർ മെഴ്സിഡസ് AMG1 എന്ന് പറയുന്ന ഒരു റോഡ് ലീഗലായിട്ടുള്ളൊരു കാർ പുറത്തിറക്കിയായിരുന്നു. സോ ആദ്യം തന്നെ ഈ മെഴ്സിഡസ് W11 ഡിസൈനിനെ കുറിച്ചൊന്ന് എടുത്തു പറയാം. ഫസ്റ്റ് തന്നെ എടുത്തു പറയേണ്ട ഒരു കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, നമുക്കറിയാം ഒരു ഫോർമുല 1 കാറിന് ഏറ്റവും ഹൈലൈറ്റ് എന്ന് പറയുന്നത്, വൺ ഓഫ് ദ ഹൈലൈറ്റിംഗ് ആയിട്ടുള്ള ഒരു ഡിസൈൻ എന്ന് പറയുന്നത് രണ്ട് സൈഡ്സിലുള്ള സൈഡ് പോർട്സ് ആണ്. അപ്പോൾ ഈ 2020 വരെ 2019 വരെയൊക്കെ മിക്ക ഫോർമുല 1 കാർസിനും വല്ല പുറത്തോട്ട് നല്ലൊരു തെള്ളി നിൽക്കുന്ന ടൈപ്പ് ഓഫ് സൈഡ് പോർട്സ് ആയിരുന്നു ഉണ്ടായിരുന്നത്. പക്ഷെ അതിൽ നിന്നും മാറ്റി ചിന്തിച്ച പോലെയാണ് 2020 വന്നപ്പോഴത്തേനും മെഴ്സിഡസ് ഭയങ്കരമായിട്ട് ഇന്നോവേഷനുമായിട്ട്, ഡിസൈനിൽ ഭയങ്കരമായിട്ട് ഇന്നോവേഷനുമായിട്ട്, അതായത് സൈഡ് പോർട്സ് ഭയങ്കര നാരോ ആക്കിയിട്ടുള്ള ഒരു ഡിസൈൻ ഇറക്കി. അപ്പോൾ അത് ആ 2020 പ്രീ സീസൺ ടെസ്റ്റിംഗ് ഇറക്കിയപ്പോൾ തന്നെ കണ്ടവരുടെ എല്ലാം കണ്ണു തള്ളി. പിന്നെയുള്ള ഒരു പെക്യുലാരിറ്റി എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, അതായത് 2019 വരെ മിക്ക ടീമുകളും അവരുടെ സസ്പെൻഷൻ പാർട്സിൽ യൂസ് ചെയ്തിരുന്നത്, അതായത് ഫ്രണ്ട് സെറ്റ്സ് ഓഫ് ടയേഴ്സിൽ പുൾ റോഡ് സസ്പെൻഷൻസും റിയറിലാണ് പുഷ് റോഡ് സസ്പെൻഷൻസും യൂസ് ചെയ്തിരുന്നത്. അപ്പോൾ ഈ പുഷ് റോഡ് സസ്പെൻഷൻ എന്താ, പുൾ റോഡ് സസ്പെൻഷൻ എന്താണെന്ന് ചിന്തിക്കുന്നവർക്ക് ഞാൻ ഡീറ്റെയിൽ ആയിട്ട് ഈ പുഷ് റോഡ് എന്താണ്, പുൾ റോഡ് എന്താണെന്ന് വേറൊരു വീഡിയോ ചെയ്തിട്ടുണ്ട്. അത് ഞാൻ ഡിസ്ക്രിപ്ഷനിലും അതുപോലെ ഐ ബട്ടണിലും കൊടുത്തേക്കാം. അപ്പോൾ ഈ 2020 തൊട്ടാണ് മറ്റ് ടീമുകൾക്ക് ഇങ്ങനെയും സസ്പെൻഷൻസ് ഡിസൈൻ ചെയ്യാമോ എന്ന് ചിന്തിക്കത്തക്കവണ്ണം മെഴ്സിഡസ് അങ്ങനെ ഒരു മുൻകൈ എടുത്തിട്ട് അങ്ങനെ ഒരു ഡിസൈനിൽ അവർ ഡെലിബറേറ്റ് ആയിട്ട് അങ്ങനെ ഒരു ഡിസൈൻ കൊണ്ടുവന്നത്. സത്യം പറഞ്ഞാൽ അതൊരു സൂയിസൈഡൽ മെഷീൻ പോലെയാണ്. ചെറിയൊരു പാളിച്ച വന്നു കഴിഞ്ഞാൽ ആ ഒരു വർഷത്തെ കാറിന്റെ പെർഫോമൻസ് അമ്പേ പരാജയപ്പെടും. അപ്പോൾ മെഴ്സിഡസിന്റെ ഈ ഒരു ഫ്രണ്ട് സെക്ഷൻസ് ടയേഴ്സിൽ ഈ പുഷ് റോഡ് സസ്പെൻഷൻ ഉപയോഗിക്കാനുള്ള ഒരു ധൈര്യം കാണിച്ചതുകൊണ്ട് ആ ഒരു ഫ്രണ്ടിൽ നിന്ന് വരുന്ന എയർ ഫ്ലോ, അതായത് എയറോഡൈനാമിക്സിൽ കൂടുതൽ എഫിഷ്യൻ്റ് ആയിട്ട് ഫ്ലോ ചെയ്യാനായിട്ടുള്ള ഒരു ഓപ്പർച്യൂണിറ്റി അവിടെ ഉണ്ടായി. അതുകൊണ്ട് തന്നെയാണ് ഈ W11 ഈ ഫോർമുല 1 കാറിന് ഡൗൺ ഫോഴ്സ് കൂടുതലായിട്ട് ജനറേറ്റ് ചെയ്യാനുള്ള ഒരു പവർ വന്നത്. അപ്പം ആ ഒരു സീസണിൽ എൻ്റയർ ഗ്രിഡിൽ ഏറ്റവും കൂടുതൽ ഡൗൺ ഫോഴ്സ് ജനറേറ്റ് ചെയ്യുന്ന ഒരു കാറായിരുന്നു മെഴ്സിഡസ് W11. അപ്പം മെഴ്സിഡസിന്റെ ഈ ഒരു ഇന്നോവേഷൻ കാരണം 2021 തൊട്ട് അവർക്ക് ഡൗൺ ഫോഴ്സ് കുറയ്ക്കേണ്ടതക്കവണ്ണമുള്ള റെഗുലേഷൻസ് കൊണ്ടുവരേണ്ടതായിട്ട് വന്നു. പിന്നെ മെഴ്സിഡസ് W11 എടുത്തു പറയത്തക്കവണ്ണമായിട്ട് വേറൊരു കാര്യമുള്ളത് പവർ യൂണിറ്റിന്റെ കേസിലാണ്. അപ്പോൾ പവർ യൂണിറ്റിന്റെ കേസിൽ എടുത്തു പറയാനുള്ള കാര്യം എന്ന് പറയുന്നത് ഈ W11 എഞ്ചിന്റെ തെർമൽ എഫിഷ്യൻസിയാണ്. അത് കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ബാക്കിയുള്ള കൺവെൻഷണൽ റേസിംഗ് എഞ്ചിൻസ് അതൊരു 30-35% വരെയാണ് അതിന്റെ തെർമൽ എഫിഷ്യൻസി ആ സമയത്ത് ഉണ്ടായിരുന്നത്. പക്ഷേ ഈ മെഴ്സിഡസ് W11 എഞ്ചിന് 50% തെർമൽ എഫിഷ്യൻസി ഉണ്ടായിരുന്നു. അപ്പോൾ വേറൊരു രീതിയിൽ പറഞ്ഞു കഴിഞ്ഞാൽ അവർ കത്തിപ്പോകുന്നത് എഞ്ചിനകത്ത് കത്തുന്ന ഫ്യൂവലിന്റെ 50% പവറായിട്ട് ടയറിലേക്ക് വരുമെന്നുള്ളതാണ്. പിന്നെ ഇതിൽ ഉപയോഗിച്ചിരിക്കുന്ന ഈ എഞ്ചിന് 1.6 ലിറ്റർ ഹൈബ്രിഡ് എഞ്ചിന്റെ പവർ ഔട്ട്പുട്ട് എന്ന് പറയുന്നത് 1025 ഹോഴ്സ് പവർ ആണ്. അപ്പോൾ ആ ഒരു ടെർബോ ഹൈബ്രിഡ് എറയിൽ ഇത്രയും പവർ ഉൽപ്പാദിപ്പിക്കുന്ന ഒരു എഞ്ചിൻ മറ്റൊരു മാനുഫാക്ചറേഴ്സിനും ഇല്ലായിരുന്നു. പിന്നെ ആ ഒരു സീസണിൽ മിക്ക ടീമുകളും ഫേസ് ചെയ്തിരുന്ന ഒരു വിഷയമാണ് ഈ ടയർ ഭയങ്കരമായിട്ട് ഹീറ്റായി കഴിഞ്ഞാൽ ഭയങ്കരമായിട്ട് വേറായിപ്പോൾ. അപ്പോൾ ഇത് മാനേജ് ചെയ്യാനും ആ ഒരു വർഷം മെഴ്സിഡസിന് സാധിച്ചു എന്നുള്ളതാണ്. അപ്പോൾ വീലിലുണ്ടാകുന്ന ഈ എക്സസീവ് ആയിട്ടുള്ള ഹീറ്റ് കുറയ്ക്കാനായിട്ട് മെഴ്സിഡസിന്റെ എഞ്ചിനീയർസ് ചെയ്തെന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഈ വീലിന്റെ അപ്രൈറ്റ്സിലും റിംസും ഒന്നുകൂടെ റീഡിസൈൻ ചെയ്ത്, എന്ന് വെച്ച് കഴിഞ്ഞാൽ കാർ റൺ ചെയ്യുമ്പോൾ കുറച്ചുകൂടെ അഗ്രസീവായിട്ട് എയർ അതിനകത്തേക്ക് പോയത്, അതായത് വീലിന്റെ അപ്രൈറ്റ്സിനകത്തേക്ക് പോയിട്ട് ആ ഒരു ടയറിന്റെ റിമ്മിനെ തണുപ്പിക്കുന്ന രീതിയിലേക്ക് അതിനെ റീഡിസൈൻ ചെയ്തു. പിന്നെ ഡിസ്കസ് ചെയ്യാനുള്ളതാണ് DAS സിസ്റ്റം, ഡ്യുവൽ ആക്സിൽ സ്റ്റിയറിംഗ് സിസ്റ്റം. ഈ DAS സിസ്റ്റം ഞാൻ ഭയങ്കര ഡീറ്റെയിൽ ആയിട്ട് വേറൊരു വീഡിയോയിൽ ഡിസ്കസ് ചെയ്തിട്ടുണ്ട്. അതിന്റെ ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷനിൽ ഐ ബട്ടണിലും കൊടുക്കാം. അപ്പോൾ സിമ്പിളായിട്ട് നോക്കുകയാണെങ്കിൽ DAS സിസ്റ്റം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, നിങ്ങൾ കണ്ടിട്ടുണ്ടായിരിക്കും യൂട്യൂബിൽ അല്ലെങ്കിൽ ഇൻസ്റ്റാഗ്രാം റീൽസിലൊക്കെ കണ്ടിട്ടുണ്ടായിരിക്കും. അതായത് ആ വർഷം ലൂയിസ് ഹാമിൽട്ടൺ കാർ ഡ്രൈവ് ചെയ്യുമ്പോഴത്തേന് ഹാമിൽട്ടൺ ഒരു സ്ട്രേറ്റ്സിൽ എത്തുമ്പോഴത്തേന് കാറിന്റെ സ്റ്റിയറിംഗ് അകത്തേക്ക് പുള്ളി ചെയ്യും.
പുള്ളി ചെയ്യുമ്പോഴത്തേന് ഫ്രണ്ട് വീൽസ് അതിന്റെ ടോ ആംഗിൾ പുറത്തേക്ക് തള്ളുന്നതായിട്ടൊക്കെ ഡീറ്റെയിൽ ആയിട്ട് കുറെ വീഡിയോസ് ഒക്കെ കണ്ടിട്ടുണ്ടായിരിക്കും. അതാണ് DAS സിസ്റ്റം എന്ന് പറയുന്നത്. അപ്പൊ ഇതുപോലെ ടയർ പുറത്തേക്ക് തള്ളുമ്പോഴത്തേന് എന്താ സംഭവിക്കുന്നതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ വീലിന് കുറച്ചുകൂടെ ബേസ് കിട്ടുന്നത് കൊണ്ട് തന്നെ കാറിന് കുറച്ചുകൂടെ അഗ്രസീവായിട്ട് സ്പീഡിൽ പോകാനായിട്ട് സാധിക്കും. അതുപോലെ തന്നെ വീണ്ടും ആ സ്റ്റിയറിംഗ് വീൽ അകത്തേക്ക് പുള്ളി ചെയ്യുമ്പോഴത്തേന് ടോ ആംഗിൾ വീണ്ടും നോർമൽ ആവുകയും കോർണറിങ് ചെയ്യുന്ന സമയത്ത് കൂടുതൽ സ്റ്റെബിലിറ്റി കിട്ടുകയും ചെയ്യും. അപ്പോൾ ആ ഒരു വർഷത്തെ മെഴ്സിഡസ് W11 ഡിസൈൻ ആസ്പെക്ട് ആണെങ്കിലും പവർ യൂണിറ്റിന്റെ ആസ്പെക്ട് ആണെങ്കിലും അതുപോലെ എയറോഡൈനാമിക്സിന്റെ ആസ്പെക്ട് ആണെങ്കിലും വെൽ മെയിൻറ്റൈൻഡ് അല്ലെങ്കിൽ വെൽ ബിൽഡ് ആയിട്ടുള്ളൊരു കാറായിരുന്നു. അപ്പോൾ അതിന്റെ ബിൽഡ് കൊണ്ട് മാത്രം കാര്യമില്ലല്ലോ, അതിനെ മാനേജ് ചെയ്യുന്നവരും അത്രയും ബ്രില്യൻ്റ് ആയിരിക്കണം. അവിടെയാണ് ടോട്ടോ വോൾഫ് എന്ന ടീം പ്രിൻസിപ്പളിന്റെ മാസ്റ്റർ മൈൻഡ് വരുന്നത്. പുള്ളിയുടെ സ്ട്രാറ്റജി എന്ന് പറഞ്ഞാൽ വേ ഹെഡാണ്. ബാക്കിയുള്ള ടീംസിനേക്കാളും പുള്ളി എന്താ എപ്പോഴും ഒരു മുഴം മുന്നിൽ എറിഞ്ഞിട്ടാണ് പുള്ളി സ്ട്രാറ്റജീസ് ബിൽഡ് ചെയ്തുകൊണ്ടിരുന്നത്. ആ ഒരു കാര്യത്തിൽ പുള്ളിയെ നമുക്ക് അപ്രീഷിയേറ്റ് ചെയ്തേ പറ്റത്തുള്ളൂ. പിന്നെ മെഴ്സിഡസിന്റെ എഞ്ചിനീയേഴ്സ് ഹാറ്റ്സ് ഓഫ് ടു ദം. ഒരുപക്ഷെ ഇനി മെഴ്സിഡസിന് പോലും അതുപോലെ ഒരു സാധനം ബിൽഡ് ചെയ്തെടുക്കാൻ പറ്റുമോ എന്ന് തന്നെ സംശയമാണ്. അതെല്ലാം ആ ഒരു W11 ഇപ്പം കൊണ്ട് ഇറക്കി വിട്ടാലും അത് കൂടി പഠിക്കും. അമ്മാതിരി ഒരു പെർഫോമൻസ് ഉള്ളൊരു കാറായിരുന്നു. സോ ഈ മെഴ്സിഡസ് W11 കാറിനെ കുറിച്ച് നിങ്ങൾക്ക് എന്തെങ്കിലും ഡീറ്റെയിൽ ആയിട്ട് അറിയാമെങ്കിൽ അതൊന്ന് കമന്റ് ചെയ്യുക. പിന്നെ എൻ്റെ വീഡിയോസ് ഒക്കെ ഇഷ്ടമാവുന്നുണ്ടെങ്കിൽ നമ്മുടെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക, ഷെയർ ചെയ്യുക. പിന്നെ ഫോർമുല 1 റിലേറ്റഡ് അല്ലെങ്കിൽ ഏതെങ്കിലും മോട്ടോർ സ്പോർട്സ് റിലേറ്റഡ് വേറെ എന്തെങ്കിലും കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് അറിയണമെന്നുണ്ടെങ്കിൽ അതും കൂടെ ഒന്ന് കമന്റ് ചെയ്യുക. അപ്പോൾ വേറൊരു വീഡിയോ ആയിട്ട് വീണ്ടും വരാം. ബൈ.